കോഴിക്കോട് കാരന്തൂർ വീട്ടിൽ മോഷണം. കാരന്തൂർ കിഴക്കേ മേലെടുത്ത് കൃഷോബിന്റെ വീട്ടിൽ നിന്ന് 35 പവൻ സ്വർണവും പണവും കവർന്നു. കുന്നമംഗലം പോലീസ് പരിശോധന നടത്തുന്നു. ലതീഷ് ചേരുന്നു. ലതീഷ്, എന്തൊക്കെയാണ് ഈ മോഷണത്തിന്റെ വിശദാംശങ്ങൾ? ഇന്നലെ രാത്രി 11 മണിക്കും അതേപോലെ രാവിലെ 6 മണിക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. എന്നാൽ തൊട്ടടുത്ത വീട്ടിൽ ഇവരുടെ അമ്മയും സഹോദരനും താമസിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 8 മണിക്ക് വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടാണ് ഇവർ വീട്ടിലേക്ക് വന്നു നോക്കിയത്. ആ ഘട്ടത്തിലാണ് അലമാരയും മറ്റു വസ്തുക്കളുമെല്ലാം തുറന്നിട്ട നിലയിൽ കണ്ടത്. പരിശോധനയിലാണ് 35 പവൻ സ്വർണവും അതേപോലെ തന്നെ 4000 രൂപയും നഷ്ടപ്പെട്ടതായുള്ള വിവരം മനസ്സിലാവുന്നത്. നിലവിൽ കാരന്തൂർ പോലീസ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡും എല്ലാം വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഷമ്മി. ലതീഷെ, ഈ മോഷണം നടക്കുന്ന സമയത്ത് വീട്ടുകാർ ഉണ്ടായിരുന്നോ അതോ വീട് അടഞ്ഞു കിടക്കുന്ന സാഹചര്യമായിരുന്നു? രാത്രി 11 മണിക്ക് ശേഷം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന കൃഷോബിന്റെ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയതായിരുന്നു. അതിനുശേഷം അവർ വീട്ടിലുണ്ടായിരുന്നില്ല. രാവിലെ കൃഷോബിന്റെ അമ്മയാണ് രാവിലെ 8 മണിക്ക് വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ മോഷണം നടന്നത് വ്യക്തമായതും പോലീസിനെ വിവരമറിയിച്ചതും. ഇപ്പോൾ പോലീസും അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CCTV ക്യാമറകളോ മറ്റോ ഉണ്ടായിരുന്നോ ഈ വീട്ടിൽ? വീട്ടിൽ സമീപ പ്രദേശത്തും CCTV ക്യാമറകൾ നിലവിലില്ല. 2 മാസം മുമ്പ് ഈ വീടിന്റെ സമീപത്തുള്ള മറ്റൊരു വീട്ടിലും മോഷണം നടന്നതായുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും സമീപ പ്രദേശങ്ങളിലെ ഒരു ഇടവഴിയിലുള്ള റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിലേക്ക് ഉള്ള വഴികളിലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.